ഹായ് ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ പോകുന്ന മഷ്റൂം? ഇതിനെ ക്ലേ വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ നമുക്ക് നോർമൽ മണ്ണ് വെച്ച് ക്ലേ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ക്ലേ ആണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്ന് പോകുന്ന മഷ്റൂം ഉണ്ടാക്കാൻ പോകുന്നത്. വെക്കേഷനൊക്കെ കഴിഞ്ഞു, പക്ഷേ ഞാനിത് നേരത്തെ ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ക്ലേ ഡ്രൈ ആയി സെറ്റായി എടുക്കാനൊക്കെ 2-3 ദിവസം വേണ്ടി വന്നു. അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. പക്ഷേ നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് 2-3 ദിവസം വേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തിട്ട് അത് ഉണക്കാൻ വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ടേബിൾ ഡെക്കോറായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ക്രാഫ്റ്റ് പോലെയൊക്കെ ഒരു രസത്തിന് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊരു 2-in-1 യൂസാണ് ഇതിനുള്ളത്. ടേബിൾ ഡെക്കോറായിട്ട് വയ്ക്കാം, പിന്നെ അതിനകത്ത് നിന്ന് പുക വരുന്ന കണ്ടില്ല. അപ്പോൾ നമുക്കൊരു ആ ഒരു കുന്തിരിക്ക വെക്കുന്ന ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ ഈ ക്ലേ ഉണ്ടാക്കിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഒരു സാധനം ഉണ്ടാക്കി നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഇതിൽ പറ്റി. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് നല്ല കട്ടിയായിട്ട് കുറച്ചധികം മണ്ണെടുത്തിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നെപ്പോലെ പിശക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവസാനം അതിനൊട്ടും ബലമില്ലാണ്ട് ഉണ്ടായിപ്പോവും. അതുകൊണ്ട് ഫൗണ്ടേഷൻ നമ്മളെപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടുന്നത് പോലെ ഈ ക്ലേ വെച്ച് ചെയ്യുന്നതിന് എപ്പോഴും നമ്മൾ കുറച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ മണ്ണെടുത്തിട്ട് ചെയ്യാൻ നോക്കുക. ഇത് ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വേറെ എന്തൊക്കെ ഷേപ്പിൽ നിങ്ങൾ ഉണ്ടാക്കിയാലും നല്ല ക്വാണ്ടിറ്റിയിൽ മണ്ണെടുക്കുക. കാരണം അത് ഡ്രൈ ആകുന്നതിന് മുന്നേ അതൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയായിട്ട് മണ്ണെടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ മഷ്റൂമിൻ്റെ ഏകദേശം ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം ഞാൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കളേഴ്സൊക്കെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതിനേക്കാളും വൃത്തിയായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഞാൻ പെട്ടെന്ന് ചെയ്തിട്ടിടണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെയിൻറ്റ് തട്ടിക്കൂട്ടി അടിച്ചത്. അതിനുശേഷം നമ്മുടെ പരിപാടി തുടങ്ങാം. നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് കുന്തിരിക്കം എന്നല്ലേ പറയുന്നത്. എന്തോ ഒരു സാധനം ഇങ്ങനെ ചന്ദനത്തിരി പോലെ ഇങ്ങനെ പുകയൊക്കെ പോകും. അപ്പോൾ ആ സാധനം അതിനുള്ളിലേക്ക് ഇറങ്ങുന്നില്ല. ഇതാണ് എൻ്റെ സെക്കൻഡ് മിസ്റ്റേക്ക്. അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് വേണം ഈ ഹോളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ എങ്ങനെയൊക്കെ തള്ളി കയറ്റിയിട്ടൊന്നും അതിനൊന്നും പറ്റിയില്ല. അതിനുശേഷം നമ്മൾ ടോപ്പ് എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല പോകുന്ന മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.